ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഈ ഒരു വേഷം കണ്ട് ഞെട്ടണ്ട എന്ന് ട്രേഡേഴ്സ് കോൺക്ലേവ് നടക്കുകയാണല്ലോ കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണം ഞാനിവിടെ സ്പീക്കറാണ്. അതാണിപ്പോൾ ഈ ഒരു വേഷത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ട്രേഡിങ്ങിലൊന്നും വലിയ ആക്റ്റീവ് ആയിരുന്നില്ല, ഇന്നിവിടെ ഫുൾ എൻഗേജ് ആയിരുന്നു. പക്ഷേ ന്യൂസിൻ്റെ ഡേറ്റാസ് എല്ലാം തന്നെ പരമാവധി കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ US മാർക്കറ്റ് എസ്പെഷ്യലി ടെക്നോളജി ഇൻഡെക്സിൽ വലിയൊരു ഇടിവ് കണ്ടു. നാസ്ഡാക്ക് ഏകദേശം 2% അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. ടെസ്ല എല്ലാം തന്നെ ഇടിവ് രേഖപ്പെടുത്തി. അത് കാരണം ബിറ്റ്കോയിനും ഏകദേശം 5000 പൗണ്ട് ഇടിഞ്ഞു. അത് കാരണം ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ ഇടിവിലാണ് വ്യാപാരം തുടങ്ങിയത്. നമ്മുടെ മാർക്കറ്റ് വലിയ തോതിൽ ഇടിഞ്ഞു. എന്നാൽ TCS, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് നിഫ്റ്റി റിക്കവറി രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, വലിയ തോതിൽ ഇടിഞ്ഞു. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 250 പോയിന്റ് ഇടിഞ്ഞു. എന്നാൽ അവസാനം ഒരു റിക്കവറി, ഷാർപ്പ് U-ടേൺ നിഫ്റ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ONGC, TCS റിസൾട്ട് നാളെയാണ്. 2% റാലി. റിലയൻസും 2% റാലി. ITC റാലി രേഖപ്പെടുത്തി. മെർസറിന്റെ ന്യൂസിന് ശേഷം ഏഷ്യൻ പെയിന്റും 2% റാലി രേഖപ്പെടുത്തി. പ്രോഫിറ്റ് ബുക്കിംഗ് അപ്പോളോ ഹോസ്പിറ്റൽ 3, ട്രെൻഡ് വീണ്ടും ഇടിഞ്ഞു. ശ്രീരാം ഫിനാൻസ് 2% ഇടിഞ്ഞു. ബജാജ് ഓട്ടോ വീണ്ടും ഇടിഞ്ഞു. അൾട്രാടെക് സിമെന്റും ഇടിവിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ബിറ്റ്കോയിൻ 5700 പോയിന്റ് ഇടിഞ്ഞ് ഏറ്റവും ടോപ്പിൽ 95,000, ബ്രൻഡുവിൽ 77. ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $2,653 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്നും 1.5% ഫോളായി. ഡോ ജോൺസ് 107 പോയിന്റ് പ്ലസ് ആണ്. ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു US മാർക്കറ്റ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇനീഷ്യലി ഇടിവിലായിരുന്നു, എന്നാൽ തിരിച്ചു കയറി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് 3 ഏറ്റവും താഴെ കാണാം, പോസിറ്റീവാണ്. കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് വരാണെങ്കിൽ പേടിഎം 8% ഫോൾ രേഖപ്പെടുത്തി. UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു. ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കാസിനോ ബിസിനസ് ചെയ്യുന്ന കമ്പനി GST 28% ആക്കിയതിനു ശേഷം 160 നിന്ന് 130 വരെയൊക്കെ പോയിരുന്നു ഡെൽറ്റ കോർപ്പ്. അപ്പോൾ അത് ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഈ ഒരു ഹിയറിംഗ്, GST ഹിയറിംഗിൽ കേൾക്കും എന്നുള്ള ഒരു ന്യൂസ് കാരണം ഇന്ന് ഡെൽറ്റ കോർപ്പ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. റിലയൻസും IT കമ്പനിയായിട്ടുള്ള TCSും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. NSEയിലെ പുതിയതായിട്ട് FNO, ഗ്ലാൻ ഫാർമ, കാസ്ട്രോൾ ഇന്ത്യ, NBCC, സോളാർ ഇൻഡസ്ട്രീസ്, ഫോണിക്സ് മിൽസ്, ടോറന്റ് പവർ ജാനുവരി 31 കൂടിയിട്ട് ഈ കമ്പനീസ് എല്ലാം തന്നെ FNO എനേബിൾ ആവും. നോൺ ഫാം പേറോൾ ഡേറ്റ ഇന്ന് വൈകിട്ട് US നിന്ന് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും വരുന്നുണ്ട്. അപ്പോൾ US മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും എല്ലാം തന്നെ വലിയ തോതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡേറ്റയാണത്. ഇനി നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് തീർച്ചയായിട്ടും എത്താം. ഇന്ന് ഈ ഒരു ഈവെന്റിൽ പെട്ടതുകൊണ്ടാണ് കൂടുതൽ ന്യൂസ് കളക്ട് ചെയ്യാത്തത്. പക്ഷേ ന്യൂസ് ചെയ്യാതെ ഇരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് സമയം ക്രമീകരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. താങ്ക് യു ഓൾ.